ആത്മീയത എന്ന് കേൾക്കുമ്പോൾ പലർക്കും വ്യത്യസ്ത ധാരണകളാണുള്ളത് അല്ലേ. ചിലർക്കത് ഒരു ഭയമുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വിട്ടു പോകണമോ എന്നൊരു ഭയം ഉണ്ടാകും. ചിലർക്കതൊരു ആശ്വാസമാണ്. ടെൻഷനൊക്കെ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ചിലർക്കതൊരു ആകാംക്ഷയാണ്. ഇതിലെന്താണ് ഇരിക്കുന്നത്, ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തേടി അറിയാനുള്ള ഒരു ആകാംക്ഷ. എന്നാൽ ഈ ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം വളരെയധികം ഈസിയായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയും നമ്മുടെ ആ ഒരു ഓരോ കാര്യങ്ങൾക്കുമുള്ള തിരിച്ചറിവും ബോധം, ആ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു പുറമേ ഇന്നത്തെ ഈ കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ആത്മീയതയുടെ പേരിൽ എത്ര ആളുകളാണ് കബളിപ്പിക്കപ്പെടുന്നത്. പലരും പലരും ഈ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ആശ്രയിച്ച് വരും എന്ന് തോന്നുമ്പോൾ ചിലർ അത് പണം, പ്രശസ്തി, സ്വാധീനം നേടാൻ ഇതിനെല്ലാമാണ് അത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ എനിക്ക് സ്വന്തം അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ഇതിനെപ്പറ്റി. ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതെന്താണ് എനിക്കിങ്ങനെ പെട്ടെന്ന്, നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല, നമ്മൾ എന്തിനാണ് ഈ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇത്ര ഒരു കഠിനമായ രോഗം എനിക്ക് വരാൻ ഞാൻ എല്ലാം കറക്റ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്, പിന്നെ എന്തിനാണ് എനിക്ക് ഇത്ര ഒരു കഠിനമായ ഒരു രോഗം എനിക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, ഏതോ ഒരു ശത്രുദോഷമുണ്ട്, എൻ്റെ ഉയർച്ച കണ്ടിട്ട് ആരോ എനിക്ക് ശത്രുക്കൾ ദ്രോഹം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്ത ഒരു ദ്രോഹമായിരിക്കാം ഇത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്ത വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റുള്ളവർ, നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ കൂടുതൽ കൊണ്ട് നടക്കുന്നവർ ഒക്കെ പറയും. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേട്ടോ, അങ്ങ് അവിടെ പോയി ഇന്ന് നോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി നമ്മൾ അവിടെ പോകും. പോയി കഴിയുമ്പോൾ അവരെന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ദോഷമാണ്, സർപ്പദോഷമാണ്, എന്തൊക്കെയോ പറയും. ഞാൻ എൻ്റെ അനുഭവം കൂടെ ചേർത്താണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ഇത്ര വിശദമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നിനക്കിത് ദോഷമുണ്ട്, ഈ ഒരു ക്രിയ ചെയ്താൽ മതി, അത് മാറും. അതേപോലെ തന്നെ പണം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണം അടച്ച് ഈ ഒരു കോഴ്സ് നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണം വന്ന് കൊട്ടിക്കൊണ്ടേയിരിക്കും, പണം വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഒരു മന്ത്രജപം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ളത് എന്താണ് സത്യം? അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ നമ്മൾക്കുള്ളിൽ ഒരു ഭയം ഉണ്ടാകുകയാണ്. ആ ഭയം മുതലെടുത്തുകൊണ്ട് ആ ഭയത്താൽ നമ്മളെ നിയന്ത്രിക്കുന്നവർ, ആ പണം വാങ്ങുന്നവർ, അന്ധവിശ്വാസങ്ങൾ വളർത്തുന്നവർ, അങ്ങനെ ഒന്നുമുള്ളവർ ശരിക്കും ഒരു ആത്മീയവാദികളോ ആത്മീയരോ അല്ല. ഇപ്പോൾ നമ്മൾക്കൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പോയി കാണുകയാണെങ്കിൽ അവരെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഈ പ്രശ്നങ്ങൾ ചെയ്തിട്ടാണോ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഈ അറിവുകൾ എവിടെ നിന്നാണ് കിട്ടിയത്? അവർ നമ്മളോട് പറയുന്ന ഈ പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ ഇവരെവിടെ നിന്നാണ് പഠിച്ചു വന്നത്? അതിന് ഏക ഉദാഹരണമാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെയുള്ള ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ. അവരുടെ ആ ജീവിത രാമായണവും അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കഥകളും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും അവരനുഭവിച്ചിരിക്കുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എത്രത്തോളമാണെന്ന്. ഇതൊക്കെ ഒരു ഭക്തിസാന്ദ്രമായിട്ട് നമ്മൾ കേട്ട് കണ്ട് മറന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ മനുഷ്യർ പഠിക്കാനാണ് വേണ്ടിയിട്ടാണ് ആ ഒരു പുരാണം നമുക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും അത്ര കഷ്ടതയിലൂടെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ബന്ധുക്കളുടെ ആ ഒരു ചതിയിൽ കൂടെ എല്ലാം ശ്രീരാമദേവർ രാജ്യം വിട്ടുപോയി കാനനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സർവ്വസാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്ന്. പക്ഷേ ഇതിനെല്ലാം പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട്. ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ജന്മരഹസ്യം, നമ്മൾ എന്തിനാണ് ജനിച്ചത്, അപ്പോൾ ഈ ജനിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഈ നടക്കുന്ന ഓരോ വിഷയങ്ങളും എന്തിനാണ് നമ്മൾ അനുഭവിക്കുന്നത്,
അത് തേടി പിടിക്കാനുള്ള, ആ സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ജ്യോത്സ്യക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിൻ്റെ അടുത്തോ നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വയം നമ്മളെ ഹീൽ ചെയ്ത് നമ്മൾക്കത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, ഒരു ഗുരു സത്യസന്ധമായിട്ടാണോ നമ്മളോട് ഇത് പറഞ്ഞെല്ലാം തരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റിയുള്ള ഗ്രാഹ്യമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അത് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടോ? അല്ലെങ്കിൽ അവർ പറയുന്നത്, എല്ലാം എനിക്കറിയാം, എനിക്ക് ഇന്ന ആളുടെ സേവയുണ്ട്, ഇന്ന ആളുടെ ശക്തി എനിക്കുണ്ട്, ആ ശക്തി കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ തീർത്തു തരാം, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആശ്രയിച്ച് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. അതുപോലെ തന്നെ അത് ആ ഒരു പ്രശ്നത്തിനെ പറ്റി കൂടുതലും മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് ഭയപ്പെടുത്തി നിർബന്ധിപ്പിച്ച് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളത് ചിന്തിക്കണം. അവരെങ്ങനെയാണ് നിങ്ങളെ സമീപിക്കുന്നത്, ആ പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങളോട് എന്താണ് പറയുന്നത്. അപ്പോൾ സ്വയം ചിന്തിക്കാൻ പ്രചോദനം നൽകുന്നവരെ ആണ് സത്യസന്ധരായ ഗുരുക്കന്മാരെന്ന് നിങ്ങൾ കണക്കാക്കണം. അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അതിന് പകരം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധത്തെ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടെങ്കിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയ ആ ധൈര്യം? അത് അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മളൊരു പ്രശ്ന പരിഹാരത്തിന് പോകുമ്പോൾ നമ്മളാണ് അത് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതേ കഴിവ് നമ്മൾക്ക് മാർജിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ആ കഴിവ് അവരാരും പറഞ്ഞു തരില്ല. എനിക്ക് ഇന്ന കഴിവുണ്ട്, ഞാൻ ആ കഴിവ് വെച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തി തരാമെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം തേടുമ്പോൾ അത് മാത്രമാണ് അവർക്ക് തീർത്തു തരാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് തീരാനും കഴിയില്ല. നമ്മുടെ കർമ്മഫലം എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് മാത്രമേ ആ പ്രശ്നം നമ്മളിൽ നിന്ന് പോവുകയുള്ളൂ. അത് ആ സത്യം അവർക്കറിയാം, ഈ പറഞ്ഞു തരുന്നവർക്കറിയാം. നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെയാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം. അത് ഞാൻ ഈ ചെയ്തു തരുന്ന കർമ്മം കൊണ്ടോ പ്രക്രിയ കൊണ്ടോ മന്ത്രം കൊണ്ടോ പൂജ കൊണ്ടോ ഒന്നും ഇത് മാറില്ല. നിങ്ങൾ കാശ് മുടക്ക്, അതുകൊണ്ട് എനിക്ക് വരുമാനം ഉണ്ടാകും, ഈ ഒരു ചിന്താഗതി മാത്രമായിരിക്കും അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ പരിഹാരത്തിന് പോകുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നതെന്ന് വെച്ച് അത് ആ ഒരു കാരണം വെച്ച് നമ്മൾക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഭഗവാന്, ദൈവം, ശക്തി, ഇതെല്ലാം ആരുടെയും കൈവശം വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരെയും അത് ഒരു സേവ ചെയ്തോ അല്ലെങ്കിൽ ഒന്നും അടക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെല്ലാം ഈ ശക്തി ഇവരിൽ അടക്കി വെച്ചിരിക്കുന്നെന്ന് പറയുന്ന ആ ശക്തികളെല്ലാം നമ്മുടെ ഉള്ളിലുമുണ്ട്. അത് ഉണർത്താനുള്ള വഴിയാണ് നമ്മൾ അറിയേണ്ടത്. ആ ഉണർത്താനുള്ള വഴിയാണ് ധ്യാനമെന്ന് പറയുന്നത്. ആ ധ്യാനത്തിലൂടെ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയും നമ്മുടെയുള്ള തിരിച്ചറിവുകളും മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയാൻ സഹായിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ആ ഭയം അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന ഓരോ വിഷയത്തിനെ പറ്റിയുള്ള ഭയങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇത് പണം കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാവുന്ന കാര്യങ്ങളാണെന്ന് ആ ഉപദേശങ്ങളൊക്കെ, അതിനൊന്നും അവിടെ ഇടമേ ഇല്ല. ഈ ആത്മീയതയുടെ ഈ ധ്യാനത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു, ആ ശ്വാസത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു. ആ ഉണർത്തുന്ന ആത്മാവിലൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സ്വയമേ തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആത്മീയതയെ അതിൻ്റേതായ ആ സ്വാതന്ത്ര്യത്തോടെയും ആ ബോധത്തോടെയും നമ്മൾ ആ പാത തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആർക്കും ആരുടെയും അടിമയാകേണ്ട ആവശ്യമില്ല. നമ്മളിൽ ഭയം വളരില്ല. ആ ഭയത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭയമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തി ഉണർത്തുക, നമ്മൾ ബോധത്തോടെ ജീവിക്കുക. ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ മനുഷ്യനാക്കി മനസ്സും ഹൃദയവും ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അതിനാണ് ഓരോരുത്തരും ഒരു ധ്യാനിയാകണമെന്ന് പറയുന്നത്. ധ്യാനമെടുക്കണം. അതായത് നമ്മൾക്കൊരു കുറച്ച് പണം വേണം, ഇല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീട് വേണം, എനിക്കൊരു വലിയൊരു കാറ് മേടിക്കണം,
ഇല്ലെങ്കിൽ അങ്ങനെ പല പല ആഡംബരമായ പുറമേ ഭൗതികമായ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും നിങ്ങൾ ആ ധ്യാനത്തെ ഉപയോഗിക്കാതെ നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സത്യസന്ധമായ ആത്മീയതയെ നമ്മൾക്ക് നൽകുന്നത് ഭയമില്ലാത്ത ശാന്തിയും നമ്മുടെ ഉള്ളിലുള്ള ബോധവുമാണ്. പണം, ഭയം, അന്ധവിശ്വാസങ്ങൾ ഇതെല്ലാം വളർത്തുന്നവരിൽ നമ്മളെ കുടുക്കി വയ്ക്കരുത്. നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ തിരിച്ചറിയുക, സ്വയം ചിന്തിക്കുക, പഠിക്കുക, ബോധത്തോടെ മുന്നോട്ട് പോകുക. ഭയമില്ലാതെ അന്ധവിശ്വാസങ്ങൾ വിട്ട് നമ്മുടെ ഉള്ളിലെ ശാന്തിയെ വളർത്തുക നമ്മൾ. അതാണ് യഥാർത്ഥ ആത്മീയതയെന്ന് പറയുന്നത്. അതിനാൽ ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ്, ആത്മീയത ആരുടെയും കൈവശം ഉള്ള ഒരു കാര്യമല്ല. അത് നമ്മുടെ ഉള്ളിലാണ്. നമുക്കതിനെ ഉണർത്തിയെടുക്കാം. ഭയം വിട്ട് സ്വതന്ത്രരായി ജീവിക്കാം. അതിന് ധ്യാനമെടുക്കണം, ധ്യാനത്തെപ്പറ്റി മനസ്സിലാക്കണം. ആ ഒരു ധ്യാനത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ആനാപാന സതി ധ്യാനം. അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റുന്നതാണ്. അവനവൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരാൻ പറ്റും. അതാണ് VMC മലയാളം മെഡിറ്റേഷൻ ചാനലിൽ സീമജിയുടെ ഓരോ വീഡിയോകളും ഓരോ വാക്കുകളും ഓരോ ധ്യാനമുറകളും. അപ്പോൾ അത് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ജോലി തിരക്കുകൾ ഏതുമാകട്ടെ, ഒരു 5 നിമിഷമെങ്കിലും ഒരു ദിവസം എടുത്ത് നിങ്ങളുടെ ശ്വാസത്തെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുക. അതിൽ കൂടെ നമ്മുടെ എല്ലാം ജീവിതം മാറുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ കരുണാമൂർത്തി ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.